നേര് ഇന്ന് റിലീസായി. ഞാൻ FDFS 9യുടെ ഷോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് നമുക്ക് പറയാം. ജീത്തു ജോസഫാണ് ഡയറക്ടർ. പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഈ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനൊരു മോഹൻലാൽ ഫാനും അല്ല, മമ്മൂട്ടി ഫാനും അല്ല. എൻ്റെ ഈ ചാനൽ തുടങ്ങിയ പിന്നെ ഒരൊറ്റ മോഹൻലാൽ പടത്തിന് പോലും ഞാൻ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടില്ല. അതിനുശേഷം വന്ന സിനിമകളാണ് മരയ്ക്കാറ് തൊട്ട് ഇപ്പം അവസാനം ഇറങ്ങിയ എലോൺ വരെയുള്ള സിനിമകൾ. ലാലേട്ടൻ ഫാൻ അല്ലാത്ത എനിക്ക് ഇത്ര സന്തോഷം തോന്നിയെങ്കിൽ ലാലേട്ടൻ ഫാൻസിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. എനിക്ക് സന്തോഷം വരാനുള്ള കാരണം നമ്മുടെ രണ്ട് പില്ലേഴ്സാണ്, നമ്മുടെ മോളിവുഡിൻ്റെ രണ്ട് പില്ലേഴ്സാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇവരുടെ രണ്ടുപേരും പടത്തിന് പോസിറ്റീവ് വന്നാലേ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ക്യാപ്പബിലിറ്റി എത്രയാണെന്ന് ബാക്കിയുള്ളവരുടെ പടത്തിന് പോസിറ്റീവ് വരുന്നതിനേക്കാളും നമുക്ക് വിസിബിളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മോഹൻലാൽ കുറേ നാളായിട്ട് കളത്തിലില്ലായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പോസിറ്റീവ് വന്ന ദൃശ്യം 2-ഉം ബ്രോഡാഡിയും OTT ആയി പോയി. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അതായത് ഇതുവരെ കാണാത്ത സിനിമ. ജിത്തു ജോസഫ് മോഹൻലാലിൻ്റെ ബെസ്റ്റ് പടമൊന്നുമല്ല. ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെ അത്ര ഇല്ല, പക്ഷേ എങ്കിൽ പോലും ഇതൊരു നല്ല ഡ്രാമയാണ്. ഇതിൻ്റെ കഥ ഭയങ്കര പ്ലെയിനാണ്, അതായത് ഫ്ലാറ്റായിട്ട് വന്നൊരു കഥയാണ്. പക്ഷേ സ്ക്രീൻ പ്ലേയിൽ ഇവർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഡയലോഗ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫിലൊക്കെ സിദ്ദിഖ് മോഹൻലാൽ ഇവർ തമ്മിലുള്ള സംവാദത്തിൻ്റെ ഇടയിലുള്ള ഡയലോഗൊക്കെ തകർപ്പനാണ്. മോഹൻലാലിൻ്റെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒക്കെ ഓരോ ഇടവേളകളിൽ മോഹൻലാൽ ഓരോ സാധനം ഇടുന്നുണ്ട്. അതിനൊക്കെ തിയേറ്റർ ഫുൾ കയ്യടിയായിരുന്നു. മോഹൻലാലിന് ഈസിയാണ് ഈ റോള്, പക്ഷേ പുള്ളിയുടെ ഈ റീസെൻ്റ് ആയിട്ടുള്ളതിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ അനശ്വര രാജൻ ഈ സിനിമയുടെ സോളെന്ന് വേണേൽ പറയാം. കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അനശ്വര രാജൻ്റെ. പിന്നെ സിദ്ദിഖ് വേറെ ലെവൽ. നമുക്കറിയാം പുള്ളിയെപ്പോലെ ഒരു വെർസറ്റൈൽ ആക്ടർ ഇന്ന് മലയാളത്തിലുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പുള്ളിയുടെ റേഞ്ച് നമുക്കറിയാം. പുള്ളി ഇതിൽ കിഡിലനാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോടൊക്കെ മുമ്പ് ഒരു സീനുണ്ട് പുള്ളിയുടെ, ഞാൻ പറയുന്നില്ല എന്താണെന്ന്. പിന്നെ ബാക്കി എല്ലാവരും ജഗദീഷ് ആയാലും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് അത്ര ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. ജിത്തു ജോസഫിൻ്റെ ഓൾഡ് സ്കൂൾ പരിപാടി തന്നെയാണ്. അതിൽ തന്നെ ഫസ്റ്റിലൊക്കെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ഡയലോഗ് പറയാൻ വരുന്നവരുടെയൊക്കെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ എനിക്ക് അത്ര മാച്ചായിട്ട് തോന്നിയില്ല. പിന്നെ അനാവശ്യമായിട്ട് പല സ്ഥലങ്ങളിലും ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ റിയാക്ഷൻ ഇടുന്നുണ്ട്. ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഈ ഓരോ ഡയലോഗും കഴിയുമ്പോഴത്തേക്ക് ഓരോ ക്യാരക്ടേഴ്സും പുച്ഛവിടുന്നതും അല്ലെങ്കിൽ ചിരിക്കുന്നതും ഒക്കെ ചുമ്മാ റിപ്പീറ്റായിട്ട് തോന്നി. അതൊക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. മോഹൻലാലിനോട് എതിർത്ത് നിൽക്കുന്നവരോട് നമുക്കൊരു ദേഷ്യം അതിനുവേണ്ടി കുറേ കഷ്ടപ്പെടുന്ന പോലെ തോന്നി. അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ സ്ക്രിപ്റ്റിൽ അത് സെറ്റായിരുന്നു. പിന്നെ ടെക്നിക്കലി ഈ സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അതുണ്ട്. ഇപ്പോൾ ഇവരുടെ ടീം ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കോടതിയിലാണ് 80%ഓളം. അപ്പോൾ അതിന് കോടതിയിലുള്ള പരിമിതികളിൽ നിന്ന് മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വൻ പൊളി അങ്ങനെയൊന്നും പറയുന്നില്ല. ഈ സിനിമയ്ക്ക് വേണ്ട അതേപടി ഉണ്ട്. അങ്ങനെ അകത്തൊക്കെ പറയാനാണെങ്കിൽ പോസിറ്റീവ്സ് ആണ്. ഇപ്പം നെഗറ്റീവ്സ് ഈ സിനിമ കാണാതിരിക്കാനും മാത്രമുള്ളൊരു ഒറ്റ നെഗറ്റീവ് പോലും ഈ സിനിമയ്ക്കില്ല. ആകെയുള്ളൊരു പ്രശ്നം, നിങ്ങൾ ഈ ദൃശ്യമോ അല്ലെ ഭയങ്കര ചടുലമായ സ്ക്രിപ്റ്റൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ഫ്ലാറ്റ് സ്റ്റോറിയെ സ്ക്രീൻ പ്ലേയിലൂടെയും ഡയലോഗ്സിലൂടെയും മാക്സിമം സെറ്റാക്കി ഉയർത്തി നിർത്തുന്ന ഒരു സിനിമയാണ് നേര്. മോഹൻലാൽ ഫാൻസിന് കണ്ണും പൂട്ടി കാണാം, നോർമൽ ഓഡിയൻസിനും കാണാം. ക്രിസ്മസ് സീസണിൽ വേറെ മലയാളം പടം ഇല്ലാത്തതുകൊണ്ടും ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ളൊരു സിനിമ ആയതുകൊണ്ടും സിനിമ എനിക്ക് 100% ഉറപ്പുണ്ട് തിയേറ്ററിൽ ഹിറ്റാകുമെന്ന്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്.